ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് NMMS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മെൻ്റൽ എബിലിറ്റിയുടെ രണ്ടാമത്തെ പാഠമായ അനലോജിയാണ് പഠിക്കാൻ പോകുന്നത്. നോക്കി, ഇത് വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. സീരീസ് കംപ്ലീഷനാണ് നമ്മൾ ആദ്യം കഴിഞ്ഞത്. ഇനി ഇത് നമ്മുടെ രണ്ടാമത്തെ പാഠമാണ്. നോക്കിക്കേ, അനലോജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, പാർഷ്യൽ സിമിലാരിറ്റി എന്ന് പറയും. അതായത് എന്തോ സിമിലർ ആയിട്ടുള്ള രണ്ട് പെയർ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ പെയറും ഉണ്ടാവും. നോക്ക്, ഒരു ക്വസ്റ്റ്യൻ പെയറും ഉണ്ടാവും, ഒരു ആൻസർ പെയറും ഉണ്ടാവും. അതായത് ഒരു പെയർ, ഇപ്പം A:B എന്ന് പറഞ്ഞൊരു പെയർ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ C:2 എന്ത് വരും നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എയും ബിയും ഒരു പെയർ ആണെങ്കിൽ സിയുടെ പെയർ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ ടോപ്പിക്ക് അനലോജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പാർഷ്യൽ സിമിലാരിറ്റി. സിമിലർ ആയിട്ടുള്ള ഒരു പെയർ തന്നിട്ട് അതുപോലുള്ള മറ്റൊരു പെയറിൻ്റെ ഒരു എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനില്ല. നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ ആൻസർ എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? അതിനൊരു ക്വസ്റ്റ്യൻ പെയറും ഉണ്ടാവും, ഒരു ആൻസർ പെയറും ഉണ്ടാവും. അതായത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഇതുപോലൊരു പെയർ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ മാച്ച് ചെയ്യുന്നൊരു പെയർ ആൻസറിൽ നമ്മൾ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിയാൽ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. വുഡ് ഫർണിച്ചർ. വുഡ് എന്താണ്? തടി ഉപയോഗിച്ച് നമ്മൾ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പം തടി എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച്, ആ തടി എന്ന് പറയുന്നത് ഉപയോഗിച്ചാണ് നമ്മൾ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഗോൾഡിൽ നിന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? നോക്ക്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചെയർ, റിങ്, ഡെക്കറേഷൻ, ഓർണമെൻറ്റ്. അപ്പം ഗോൾഡ് ഓർണമെൻറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ആൻസർ എന്താണ്? ഓർണമെൻറ്റ്. അപ്പം പെയർ കിട്ടിയില്ലേ? ആദ്യത്തെ പെയറാണ് വുഡ് ഫർണിച്ചർ എന്ന് പറയുന്നത്. ഇതേ നോക്ക്, ഫസ്റ്റ് പെയർ. അതിൽ നിന്ന് അതുപോലെയുള്ളൊരു പെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡുമായിട്ട് മാച്ച് ചെയ്യുന്ന പെയർ ഏതാണ്? ഓർണമെൻറ്റ്സ്. ഇതുപോലെ 4 ഓപ്ഷൻസ് എക്സാമിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിൽ ഏതാണോ നമ്മുടെ പെയർ ആൻസർ ആയിട്ട് വരുന്നത് അതാണ് നമ്മുടെ ഉത്തരം. ഇവിടെ ഉത്തരം ഏതാണ്? സി ആണ് ഉത്തരം. ഏതാണ്? ഓർണമെൻറ്റ്സ്. അടുത്ത നോക്കിക്കോ. ഷിപ്പ് ക്യാപ്റ്റൻ. ഷിപ്പ് എന്താണ്? കപ്പലിൻ്റെ ഹെഡ്. ഷിപ്പിൻ്റെ ഹെഡാണ് ക്യാപ്റ്റൻ, അല്ലെങ്കിൽ കപ്പലിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹെഡാണ് ക്യാപ്റ്റൻ. അപ്പം എയ്റോപ്ലെയിൻ ആരായിരിക്കും ഏറ്റവും ഹെഡ്? എയ്റോപ്ലെയിൻ്റെ ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്ന ആളായിരിക്കും പൈലറ്റ്. നമുക്കറിയാമല്ലോ, ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്കറിയാമല്ലോ. അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഷിപ്പ് ക്യാപ്റ്റൻ, അതുപോലെ എയ്റോപ്ലെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ആരാണ്? പൈലറ്റ്. എയ്റോപ്ലെയിൻ ആരാണ് ഓടിക്കുന്നത്? പൈലറ്റ് അല്ലേ എയ്റോപ്ലെയിൻ ഓടിക്കുന്നത്. അപ്പം എയ്റോപ്ലെയിൻ, പൈലറ്റ്. അടുത്ത നോക്കിയേ, സൈറ്റ്, ഐസ്, ഫീൽ. അതായത് ഐസ്, കണ്ണ് ഐസ് കൊണ്ട് നമ്മൾ കാണുന്നു. സൈറ്റ്, നമുക്ക് കാഴ്ച കിട്ടുന്നത് കണ്ണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? ഏത് ഓർഗനാണ്? സ്കിൻ അല്ലേ? സ്കിൻ വഴിയല്ലേ നമുക്ക് ഫീൽ ഉണ്ടാവുന്നത്? ഫീൽ ചെയ്യുന്നത് സ്കിൻ കൊണ്ട്. അപ്പം സൈറ്റ്, കാഴ്ച കിട്ടുന്നത് കണ്ണുകൊണ്ട്. അപ്പം ഈ ഒരു പെയറായില്ലേ? ഇതൊരു പെയറായില്ലേ? അതുപോലെയുള്ള ഫീലിൻ്റെ പെയർ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഉള്ളതാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ ഉത്തരം എന്താണ്? സ്കിൻ. ഇത് ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നില്ലേ? എന്താണ് ഉത്തരം? സ്കിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സ്റ്റേബിൾ ഹോഴ്സ്. സ്റ്റേബിൾ എന്താ? ഹോഴ്സ് താമസിക്കുന്ന സ്ഥലം, അതിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് സ്റ്റേബിൾ. അതായത് ഹോഴ്സ് താമസിക്കുന്ന എവിടെയാണ്? സ്റ്റേബിൾ. അതുപോലെ കൗ നമ്മുടെ പശു എവിടെ താമസിക്കുന്നത്? ഷെഡിൽ. അതുപോലെ ഹോഴ്സ് താമസിക്കുന്ന എവിടെ? സ്റ്റേബിൾ. അതുപോലെ കെന്നൽ എന്ന് പറയുന്നിടത്ത് ആരാ താമസിക്കുന്നത്? ഏത് ആനിമലിൻ്റെ വീടിനെ പറയുന്നതാണ് കെന്നലെന്ന്? ഡോഗാണ് കെന്നലിൽ താമസിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഹോഴ്സ് സ്റ്റേബിളിൽ താമസിക്കുന്നു. അപ്പം കെന്നലിൽ ആരാ താമസിക്കുന്നത്? ഡോഗ് താമസിക്കുന്നു. മനസ്സിലായില്ലേ? ഓപ്ഷൻ ഇല്ലാതെ തന്നെ കിട്ടിയില്ലേ? അടുത്ത നോക്ക്, ഹാർട്ടിൻ്റെ എന്താ റിലേറ്റഡ് ആയിട്ടുള്ളത്? കാർഡിയോളജി. അല്ലെങ്കിൽ കാർഡിയോളജി എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹാർട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? കിഡ്നി, നെഫ്രോളജി. കാർഡിയോളജി, ഹാർട്ട്. നമ്മൾ ആശുപത്രി പോകുമ്പോൾ വായിച്ചിട്ടുണ്ടാവും കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹാർട്ട്. അതുപോലെ നെഫ്രോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നി. അല്ലെങ്കിൽ കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ഏതാണ്? അതാണ് നെഫ്രോളജി. അടുത്ത നോക്കിയേ, ഡോക്ടർ, പേഷ്യൻ്റ്. അതായത് പേഷ്യൻസ് ആരെയാണ് വിസിറ്റ് ചെയ്യുന്നത്? ഡോക്ടേഴ്സിനെ. അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ വരുന്നത് ആരാണ്? പേഷ്യൻസ്. അതുപോലെ അപ്പോൾ അഡ്വക്കേറ്റിനെ കാണാൻ വരുന്നത് ആരായിരിക്കും? ക്ലയൻസ് എന്നല്ലേ നമ്മൾ പറയുന്നത്. ക്ലയൻസ് കാണാൻ വന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പം ഡോക്ടറിനെ കാണാൻ വരുന്നത് പേഷ്യൻസ്. അതുപോലെ അഡ്വക്കേറ്റിനെ കാണാൻ വരുന്നത് ആരാണ്?
ക്ലയൻസ് ആണ് അഡ്വക്കേറ്റിനെ കാണാൻ വരുന്നത്. അപ്പം ഇതൊന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്ത് എല്ലാം പഠിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ അറിവ് വെച്ച് എഴുതണം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കിക്കേ. ഇയർ മ്യൂസിക്, അതായത് ഇയർ എന്താ? ചെവി. ചെവിയിലൂടെ നമ്മൾ എന്താ കേൾക്കുന്നത്? മ്യൂസിക് കേൾക്കുന്നു. അപ്പം നോസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കൊടുത്തിരിക്കുന്നതിൽ നോസ് എന്ത് ചെയ്യാൻ പറ്റും? നോസ് കൊണ്ട് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. ഇയർ കൊണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റുമെങ്കിൽ നോസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മെല്ല് ചെയ്യാൻ പറ്റും. മണക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? മൂക്ക് കൊണ്ടല്ലേ. അപ്പം നോസ് കൊണ്ട് സ്മെല്ല് ചെയ്യാൻ പറ്റും. ഇയർ കൊണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റും. നോസ് കൊണ്ട് സ്മെല്ല് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അടുത്ത നോക്കിയേ. ഫയർ, ഹീറ്റ്. ഫയർ എന്താ? തീ. തീയിൽ നിന്ന് ചൂട് വരുന്നു, ഹീറ്റ് വരുന്നു. അപ്പോൾ ഫ്ലവർ, പൂവില്ലേ, പൂവ്, ഫ്ലവറിൽ നിന്ന് എന്തായിരിക്കും വരുന്നത്? ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സുഗന്ധം, നല്ല മണമല്ലേ. ഫ്ലവറിൽ നമുക്ക് കിട്ടുന്ന എന്താ? നല്ല മണമല്ലേ. അപ്പം ഫയർ, ഹീറ്റ്. അപ്പോൾ ഫ്ലവർ എന്താണ്? ഫ്രാഗ്രൻസ്. എളുപ്പമുള്ള ചോദ്യമല്ലേ. അടുത്ത് നോക്കിയേ. ബേർഡ്, ഫെദർ. ബേർഡ് എന്താ? പക്ഷി. പക്ഷിയുടെ ബോഡി ഫുള്ളുള്ളത് എന്താ? ഫെദർ അല്ലേ, ചിറകുകൾ. പക്ഷിയുടെ ബോഡി ഫുള്ളുള്ള എന്താ? ഫെദർ. അതായത് ഫെദേഴ്സ് എന്താ? ചിറക്, തൂവലുകളാണ് ഫെദർ. അപ്പോൾ ഫിഷ് എന്താ? മീനിൻ്റെ ബോഡി ഫുള്ളുള്ള എന്താ? സ്കെയിൽസ് എന്ന് പറയും നമ്മൾ. സ്കെയിൽ എന്താ? നമ്മൾ അതിൻ്റെ ആ ഒരു ബോഡി ഫുള്ളുള്ള ചെതുമ്പൽ എന്ന് പറയില്ല, അതാണ് സ്കെയിൽസ്. അപ്പോൾ ബേർഡിൻ്റെ ബോഡിയിൽ ഫുള്ളുള്ളത് എന്താ? ഫെദേഴ്സ്, തൂവലുകൾ. ചിറകിലൊക്കെ ഉള്ളത് എന്താ? തൂവലുകളല്ലേ. നിറച്ച് തൂവലുകളുണ്ടല്ലേ പക്ഷി ഇരിക്കുന്നത്. പക്ഷിയുടെ മേത്ത് പല കളറ്, പലതരം തൂവലുകളുണ്ടാവും. അതുപോലെ ഫിഷിൻ്റെ മേലെ എന്താ ഉള്ളത്? സ്കെയിൽസ്. ഫിഷിൻ്റെ മേലെ സ്കെയിൽസ് ആണുള്ളത്. അടുത്ത നോക്കിയേ. ഡോക്ടർ, പേഷ്യൻറ്റ്. നേരത്തെ പോലെ ഒരു ചോദ്യമാണേ. ഡോക്ടറിനെ കാണാൻ വരുന്നത് പേഷ്യൻസ്. ഡോക്ടറിനെ കാണാൻ വരുന്ന ആരാണ്? പേഷ്യൻസ്. അപ്പോൾ ടീച്ചറിനെ കാണുന്ന ആരായിരിക്കും? സ്റ്റുഡൻറ്റ് അല്ലെ, സ്റ്റുഡൻസ്. ടീച്ചറിനെ കാണുന്ന ആരായിരിക്കും? സ്റ്റുഡൻസ്. ഡോക്ടറിനെ കാണുന്നത് പേഷ്യൻസ് ആണെങ്കിൽ ടീച്ചറിനെ കാണുന്ന ആരായിരിക്കും? സ്റ്റുഡൻസ്. മനസ്സിലായില്ലേ? അടുത്ത നോക്ക്. പേപ്പർ, പെൻ ഉപയോഗിച്ച് നമ്മൾ പേപ്പറിൽ എഴുതും അല്ലെ. പേപ്പറിൽ എഴുതാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പെൻ. അതുപോലെ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ബ്ലാക്ക് ബോർഡിൽ ചോക്ക് അല്ലേ ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നു. അപ്പം പറഞ്ഞേ, പേപ്പറിൽ പെൻ ഉപയോഗിക്കുന്നു അല്ലെ, പെൻ ഉപയോഗിച്ച് നമ്മൾ പേപ്പറിൽ എഴുതുന്നു. അതുപോലെ എന്തുപയോഗിച്ചാണ് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നേ? ചോക്ക് ഉപയോഗിച്ചാണ് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത്. അടുത്തത് നോക്ക്. ഫോറസ്റ്റ്, ട്രീ. അതായത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാട്. ആ കാടിൽ ഇഷ്ടം പോലെ ട്രീസ് ഉണ്ടല്ലോ, അതിൽ ഇഷ്ടം പോലെ ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് ട്രീ. അതുപോലെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വലിയ ആൾക്കൂട്ടത്തിനാണ് ക്രൗഡ് പറയുന്നത്. ക്രൗഡിലുള്ളത് ഫുൾ എന്തായിരിക്കും? മൊത്തം എന്തായിരിക്കും? പേഴ്സൺ, ആൾക്കാരല്ലേ ക്രൗഡിലുള്ള. ആൾക്കാരുടെ ഒരു കൂട്ടമാണ് ക്രൗഡ്. അതുപോലെ ട്രീയുടെ ഒരു കൂട്ടമാണ് ഫോറസ്റ്റ്. ഇഷ്ടംപോലെ ട്രീസ് കൂടുമ്പോഴാണ് ഫോറസ്റ്റ് ആവുന്നത്. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ കൂടുമ്പോഴാണ് ഒരു ക്രൗഡായി മാറുന്നത്. ക്രൗഡ് എന്താ? ആൾക്കൂട്ടമായി മാറുന്നത് എങ്ങനെയാണ്? ഇഷ്ടം പോലെ പേഴ്സൺ, ആൾക്കാർ കൂടുമ്പോഴാണ് ക്രൗഡ് ആവുന്നത്. അടുത്ത നോക്കി. കൗ, കാഫ്. കൗവിൻ്റെ കുഞ്ഞാണ് കാഫ്. ചെറിയ പശുക്കുട്ടീനെ പറയുന്നതാണ് കാഫ്. അപ്പോൾ ക്യാറ്റിൻ്റെ കുഞ്ഞിനെ എന്താ പറയുന്നത്? കിറ്റൻ എന്നല്ലേ പറയുന്നത്. പഠിച്ചിട്ടില്ലേ? ക്യാറ്റിൻ്റെ കുഞ്ഞ് കിറ്റൻ. കൗവിൻ്റെ കുഞ്ഞ് എന്താ? കാഫ്. അറിയാലോ, പശുക്കുട്ടീനെ നമ്മൾ കാഫ് എന്ന് പറയും. അപ്പോൾ ക്യാറ്റിൻ്റെ കുഞ്ഞ് എന്ത് പറയും? കിറ്റൻ എന്ന് പറയും. അടുത്ത നോക്കാം. ഫ്ലൈ, പാരറ്റ്. ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർക്കാ? പാരറ്റിന്. അതായത് പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്തയ്ക്ക് എന്താ പറ്റുന്നത്? പറക്കാൻ പറ്റും. അപ്പോൾ ക്രൗൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇഴഞ്ഞു പോകുന്നത് ഏതാ ഇതിൽ? ഫിഷ് ആണോ, ഫ്രോഗ് ആണോ, സ്പാരോ ആണോ, ക്രൊക്കഡൈലാണോ? ഫിഷ് എന്താ ചെയ്യുന്നത്? നീന്തുക, വെള്ളത്തിലല്ലേ സ്വിം ചെയ്യുക, നീന്തി പോവുകയാണ് ചെയ്യുന്നത് ഫിഷ്. ഫ്രോഗ് എന്താ? ചാടിയല്ലേ പോകുന്നത്. സ്പാരോ പക്ഷിയല്ലേ, പറന്ന് ഫ്ലൈ ചെയ്യും. അപ്പം ക്രൊക്കഡൈൽ എന്താ? മുതലയല്ലേ ക്രോൾ ചെയ്യുന്നത്. അതായത് എഴയുന്നത് ആരാ? എഴഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ കൂടെ, നിലത്തൂടെ പോകുന്നത്, ക്രോൾ ചെയ്ത് എഴഞ്ഞു പോകുന്നത് ക്രൊക്കഡൈൽ. അപ്പം നോക്കി, ലാസ്റ്റത്തെ ക്വസ്റ്റ്യന് ഞാൻ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കി, ഇതെങ്ങനെയാണ് ഈ 4 ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലായില്ലേ ആൻസർ? അപ്പം ഏതാണോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പെയറുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്ത് ഉത്തരമാണോ ഉള്ളത്, ഇവിടെ ക്രൊക്കഡൈലല്ലേ, അപ്പം ഈ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പം കിട്ടിയില്ലേ എങ്ങനെ ആൻസർ എഴുതുന്നതെന്ന്? നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ ആയിരുന്നു വുഡ് ഫർണിച്ചർ, ഗോൾഡ് അപ്പം ഓർണമെൻറ്റ്സ്. രണ്ടാമത്തെ എന്താ പഠിച്ചത്? ഷിപ്പ്,
ക്യാപ്റ്റൻ. അപ്പം എയ്റോപ്ലെയിൻ്റെ ആരാണ് ഹെഡ്? പൈലറ്റ്. മൂന്നാമത്തെ നോക്ക്, ഗ്യാദർ, ഡിസ്ട്രിബ്യൂട്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ? നോക്ക്, ഗ്യാദർ, ഡിസ്ട്രിബ്യൂട്ട്. ഗ്യാദർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാ സാധനങ്ങളും കൂടെ കളക്ട് ചെയ്ത് വെക്കുന്നതിനാണ് ഗ്യാദർ എന്ന് പറയുന്നത്. നമ്മളെല്ലാം കൂടെ കൂട്ടി വയ്ക്കുന്നത്, ഒരുമിച്ച് വയ്ക്കുന്നതിനാണ് ഗ്യാദർ. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഡിസ്ട്രിബ്യൂട്ട്? ഓപ്പോസിറ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടില്ലേ, ബർത്ത്ഡേക്കൊക്കെ നമ്മൾ പോയി ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ എല്ലാവർക്കും കുറച്ച് പങ്കിട്ട് കൊടുക്കുന്ന, അല്ലാതെ എല്ലാത്തിലോട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഗ്യാദറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ നോക്കി, അതുപോലെ വരുന്നൊരു പെയർ ഏതാണ്? അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ കൊടുത്തിരിക്കുന്ന കൺസ്ട്രക്റ്റ് ആണ്. കൺസ്ട്രക്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അറിയില്ലായിരിക്കും. നോക്കിയേ, കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ കെട്ടിടമൊക്കെ ഇങ്ങനെ നമ്മൾ കെട്ടിടമൊക്കെ പണിത് പൊക്കത്ത് പണിത് വെക്കുന്നതിനല്ലേ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിതുപോലെ കെട്ടിടമൊക്കെ പണിത് മുകളിലേക്ക് കൂട്ടുന്നതാണ് കൺസ്ട്രക്റ്റ്. കൺസ്ട്രക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പണിത് ഉണ്ടാക്കുന്നത്, പൊക്കത്തേക്ക് ഉണ്ടാക്കി പണിയുന്നതിനാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നമ്മൾ പൊക്കത്തേക്ക് പണിത് ഉണ്ടാക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഡിസ്ട്രോയ്, അതെല്ലാം നശിപ്പിച്ച് കളയുന്നതല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്ട്രോയ്. അപ്പോൾ ആൻസർ ഏതാണ്? ഡിസ്ട്രോയ്. ഇവിടെ നോക്കുക, ഗ്യാദറിൻ്റെ ഓപ്പോസിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പേർ എന്താ? കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്ട്രോയ്. മനസ്സിലായില്ലേ? അടുത്ത നോക്കിയേ, സൈറ്റ്, ഐസ്. കാഴ്ച കിട്ടുന്നത് കണ്ണുകൊണ്ട്, അല്ലെ കാണാൻ പറ്റുന്നത് കണ്ണുകൊണ്ട്. അപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? സ്കിൻ. അടുത്ത നോക്കുക, സ്റ്റേബിൾ. സ്റ്റേബിൾ എന്തിൻ്റെ വീടാണ്? ഹോഴ്സിൻ്റെ വീടാണ് സ്റ്റേബിൾ. അപ്പോൾ കെന്നൽ എന്താണ്? ഡോഗിൻ്റെ വീടാണ് കെന്നൽ. അടുത്ത നോക്കുക, കാർഡിയോളജി. കാർഡിയോളജി എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹാർട്ടുമായിട്ട്. അപ്പം നെഫ്രോളജി. നെഫ്രോളജി എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കിഡ്നി. അല്ലെ കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? നെഫ്രോളജി. ഡോക്ടർ, പേഷ്യൻ്റ്. പേഷ്യൻസ് ഡോക്ടറിനെ കാണാൻ വരുന്നു. അതുപോലെ ക്ലയൻസ് ആണ് അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനെ കാണാൻ വരുന്നവരുടെ പേരാണ് ക്ലയൻസ്. മറക്കരുത് കേട്ടോ. അടുത്ത നോക്കിയേ, ഇയർ. ചെവി കൊണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നു. അപ്പോൾ സ്മെൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നോസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സ്മെൽ. സ്മെല്ലാണ് കേട്ടോ ആൻസർ. അടുത്ത നോക്കിയേ, ഫയർ, ഹീറ്റ്. ഫയറിൽ നിന്ന് ഹീറ്റ് വരുന്നു. അപ്പോൾ ഫ്ലവറിൽ നിന്ന് എന്ത് വരുന്നു? ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്താണ്? നല്ല നല്ല മണത്തിനാണ് ഫ്രാഗ്രൻസ് പറയുന്നത്. നമ്മൾ പെർഫ്യൂംസ് ഒക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? പെർഫ്യൂംസ് ഒക്കെ മേടിക്കുമ്പോൾ നല്ല ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂംസ് അല്ലേ നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നല്ല മണം, നല്ല മണത്തിനാണ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്ലവറിൽ നിന്ന് വരുന്നത് ഫ്രാഗ്രൻസ്. അടുത്ത നോക്ക്, ബേർഡ്, ഫെദർ. ബേർഡിനെ ഫുൾ കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഫെദേഴ്സ്. ഫെദേഴ്സ് കൊണ്ടാണ് ബേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഫെദേഴ്സ് ആണ് ബേർഡിൻ്റെ ബോഡിയിൽ ഫുള്ളുള്ളത്. അപ്പം ഫിഷിൻ്റെ മേത്ത് ഫുള്ളുള്ളത് എന്താണ്? സ്കെയിൽസ്. അതിനെന്താ പറയുന്നത്? സ്കെയിൽസ് എന്ന് പറയും. അടുത്ത നോക്ക്, ഡോക്ടറിനെ കാണാൻ വരുന്നത് പേഷ്യൻ്റ്. അതുപോലെ ടീച്ചറിനെ കാണാൻ വരുന്ന ആരാണ്? സ്റ്റുഡൻസ്. അടുത്ത നോക്കിയേ, പേപ്പർ, പെൻ. പേപ്പറിൽ നമ്മൾ പെൻ വെച്ച് എഴുതുന്നു, അല്ലെ പെൻ ഉപയോഗിച്ചാണ് നമ്മൾ പേപ്പറിൽ എഴുതുന്നത്. അതുപോലെ ബ്ലാക്ക് ബോർഡിൽ എന്ത് ഉപയോഗിച്ചാണ് എഴുതുന്നത്? ചോക്ക്. അടുത്ത നോക്ക്, ഫോറസ്റ്റ്, ട്രീ. ഫോറസ്റ്റ് ഒരുപാട് വലിയ ഫോറസ്റ്റിലുള്ള ഒരുപാട് സാധനങ്ങളിൽ ഒന്ന് മാത്രമാണ് ട്രീ, അല്ലെങ്കിൽ ഒരുപാട് ട്രീസ് കൂടിയിട്ടാണ് ഫോറസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ ഒരുപാട് ആൾക്കാർ, പേഴ്സൺസ് കൂടുമ്പോഴാണ് അതൊരു ക്രൗഡായി മാറുന്നത്. ക്രൗഡ് എന്താ? ആൾക്കൂട്ടം. ഒരാൾക്കൂട്ടാവുന്നത് എങ്ങനെയാണ്? ഒരുപാട് ആൾക്കാർ കൂടുമ്പോഴാണ്. അടുത്തത്, കൗ, കാഫ്. കൗവിൻ്റെ കുട്ടിയാണ് കാഫ്, അല്ലെ കൗവിൻ്റെ കുഞ്ഞാണ് കാഫ്. അപ്പം ക്യാറ്റിൻ്റെ കുഞ്ഞിനെ എന്താ പറയുന്നത്? കിറ്റൺ എന്ന് പറയും. അടുത്ത് നോക്കുക, ഫ്ലൈ, പാരറ്റ്. ഫ്ലൈ ചെയ്യുന്നത് ആരാണ്? പാരറ്റ്. പാരറ്റാണ് പറക്കുന്നത്. പാരറ്റിന് പറക്കാൻ പറ്റും. അതുപോലെ ക്രൗൾ ചെയ്യാൻ പറ്റുന്നത് ആരാണ്? ക്രോക്കഡൈൽ. അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ക്രൗൾ ചെയ്യുന്നത് ആരാണ്? അതാണ് ക്രോക്കഡൈൽ. ഫിഷ് അല്ല, ഫ്രോഗ് അല്ല, സ്പാരോ അല്ല. അപ്പോൾ ഉത്തരം എന്താണ്? ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ എന്താണ്? മുതലയാണ്. മനസ്സിലായില്ലേ? വളരെ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്റർ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലത്തെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, എന്തായാലും ഉത്തരം കിട്ടും. കാര്യം വളരെ എളുപ്പമായിട്ട് ആൻസർ കിട്ടും, അല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. അപ്പോൾ ഈ ലെസണിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടുമേ. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുകയും ചെയ്യും. നമുക്ക് എക്സാമിന് പെട്ടെന്ന് ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷനുമായിട്ട് വരാം. ബൈ.